അവകാശ സംരക്ഷണ യാത്ര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ തോമസ് പിതാവ്, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ്, കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഈ വലിയ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ ക്യാപ്റ്റൻ ശ്രീ രാജീവ് കുറിച്ചുപറമ്പ്, കത്തോലിക്ക കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പിന്തുണ നൽകുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും അഭിവാദ്യം ചെയ്യുന്നു. ഐതിഹാസികമായ ഒരു യാത്രയുടെ സമാപനത്തിലാണ് നാം ഉള്ളത്. അവകാശ സംരക്ഷണ യാത്ര. ഇങ്ങനെയൊരു യാത്ര നടത്തുന്നതിന് കത്തോലിക്ക കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ചിന്തയുണ്ടായപ്പോൾ ഒന്നടങ്കം എല്ലാവരും പിന്തുണ നൽകി. അതിന് കാരണം ഈ അവകാശങ്ങളെ കുറിച്ചുള്ള ഉത്തമ ബോധ്യമാണ്. കത്തോലിക്ക കോൺഗ്രസ് നൂറ്റാണ്ടുകളായി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്നും സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വലിയ പോരാട്ടം നടത്തുന്നു. ആ പോരാട്ടത്തിന്റെ നിരയിലേക്കാണ് പ്രിയപ്പെട്ട ശ്രീ രാജീവും സഹോദരങ്ങളും കമ്മിറ്റി അംഗങ്ങളും കടന്നു വരിക. നാളെ ചരിത്രത്തിൽ, കത്തോലിക്ക കോൺഗ്രസിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ തീർച്ചയായിട്ടും ഈ യാത്ര കൂടി എഴുതി ചേർക്കുമെന്ന് വരുന്ന ആളുകൾ നമുക്ക് അറിയാൻ സാധിക്കും. പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. 13-ാം തീയതി ആരംഭിച്ച് ഇന്നിവിടെ അവസാനിക്കുമ്പോൾ 10 അംഗങ്ങൾ ഈ ദിവസം മുഴുവൻ തലശ്ശേരിയിൽ ആരംഭിച്ച് മാനന്തവാടി, താമരശ്ശേരി, കാസർഗോഡ് അതിലൂടെ എല്ലാം കടന്നു വന്ന് 100-ലധികം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അതിൽ അഭിസംബോധന ചെയ്ത് ആ വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ അവസാനത്തിലാണ് ഈ പ്രിയപ്പെട്ടവർ 13 മുതൽ 24 വരെ നിരന്തരമായ യാത്രയും അതിന്റെ പ്രവർത്തനങ്ങളിലും ധാരാളം പ്രസംഗങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നതിലും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രീരാജീവും അതോടൊപ്പം 10 സഹപ്രവർത്തകരും അവരെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായ അഭിനന്ദനം രേഖപ്പെടുത്തി നല്ല കൈയ്യിൽ കൊടുക്കണം. കയ്യിൽ കുറച്ച് കുറഞ്ഞു പോയി. ജയ് കത്തോലിക്ക കോൺഗ്രസ്, ജയ് രാജീവ് കൊച്ചുറമ്പിൽ, ജയ് കത്തോലിക്ക കോൺഗ്രസ്. നമുക്ക് ഒരുമിച്ച് അഭിവാദനം നമുക്ക് അർപ്പിക്കാം. അവരോടുള്ള കൃതജ്ഞത നമുക്ക് രേഖപ്പെടുത്താം. നമ്മുടെ സമുദായത്തിന് വേണ്ടിയാണ് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ദിവസം മുഴുവൻ ദിവസങ്ങളിലെല്ലാം ഊണും ഉറക്കം ഒഴിച്ചതുപോലെ ഒരിക്കലും നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു ദിവസം വൈകിയാണ് വെള്ളത്തെത്തുക. പ്രഭാതത്തിലെ എഴുന്നേറ്റ് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങണം. എല്ലാ രൂപതകളിലും വളരെ വലിയ സ്വീകരണമാണ് അവർക്ക് ലഭിച്ചത്. ധാരാളം ആളുകൾ അവിടെയെല്ലാം കടന്നു വന്നു. അത് കത്തോലിക്ക കോൺഗ്രസ് എപ്രകാരം ഈ പ്രദേശങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ വലിയൊരു അടയാളം കൂടിയാണ്. വിദേശത്തുള്ള 46 രാജ്യങ്ങളിലായിട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ശക്തിപ്പെടുമ്പോൾ അവിടെ നിന്നുള്ള എല്ലാ സഹോദരങ്ങളും എപ്പോഴും വിളിക്കുകയും ഇതിനുവേണ്ടി എല്ലാ പിന്തുണയും പ്രാർത്ഥനയും സാമ്പത്തികമായ പിന്തുണയും നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടുണ്ട് എന്നുള്ളത് കത്തോലിക്ക കോൺഗ്രസ് ഒരു ഗ്ലോബലായി എത്ര കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകമായിട്ട് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും നേതൃത്വം നൽകുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും നമുക്ക് നേരെ അവസരമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഈ പോരാട്ടം ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. ഒന്നും അവസാനിക്കുന്നില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. കത്തോലിക്ക കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും സമുദായത്തിനു വേണ്ടി പോരാടിയിട്ടുള്ള ആ സമുദായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധീരതയോടുകൂടി നേതൃത്വം നൽകി നമുക്ക് മുൻ പ്രസിഡന്റ്മാർ ശ്രീ യു അഗസ്റ്റിൻ നമ്മോടൊപ്പമുണ്ട്, അഡ്വക്കേറ്റ് ബിജു നമ്മോടൊപ്പമുണ്ട്. അവരുടെ ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ശ്രീ എം ജെക്ക് 3 പ്രസിഡന്റുമാര് നമ്മോടൊപ്പം ധീരതയോടുകൂടി അവര് ആ കാലഘട്ടത്തിൽ ഈ കത്തോലിക്ക കോൺഗ്രസിനെ നയിച്ചതാണ്.
ഇപ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് ഇത്ര ശക്തി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഗ്ലോബലായെങ്കിൽ, ഇതിന് കരുത്തുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട അവർ നൽകിയ നേതൃത്വത്തോടും നമുക്ക് കൃതജ്ഞതയോടുകൂടി ആയിരിക്കാം. നമുക്ക് ഈ എല്ലാ കാലത്തും എന്തുകൊണ്ട് നിങ്ങൾ സമരം നടത്തുന്നു, വിപ്ലവം നയിക്കുന്നു, യാത്ര നടത്തുന്നു എന്നുള്ള ചോദിക്കുന്നവരോട് കത്തോലിക്ക കോൺഗ്രസ് ആരംഭിച്ചത് തന്നെ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ആവശ്യമെന്നും സമുദായത്തിന് വേണ്ടി അതിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കരുത്തോടുകൂടി ഈ അൽമായ സംഘടന എന്നും മുൻപോട്ട്. അവർ പുറകിലല്ല, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഈ സംഘടന പ്രവർത്തിക്കുക, പിന്നെയോ സമുദായത്തിന്റെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ധീരതയോടുകൂടി പോരാടാൻ എന്നും ഈ സംഘടന മുൻപിൽ ഉണ്ടായിരുന്നു, ഇനിയും മുൻപിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഈ യാത്ര നമുക്ക് നൽകുന്നത്. എവിടെയും ആളത്ത് ഒളിച്ചിരുന്നുകൊണ്ട് ഏതെങ്കിലും സംഘടനാ പ്രവർത്തനമല്ല, സമുദായത്തിന് വേണ്ടിയിട്ട് ജീവൻ വരെ തിരിക്കാൻ തയ്യാറായിട്ടുള്ള മുൻകാല പ്രവർത്തകരുടെ നിരയിലേക്ക് ശ്രീ രാജീവ് കൂട്ടരും അണിചേരുകയാണെന്നുള്ളത് നമുക്ക് അഭിമാനത്തോടുകൂടി ഓർക്കാം. നമുക്ക് വേണ്ടി ഉറക്കുമെല്ലാം ഉപേക്ഷിച്ച് കരുതലോടുകൂടി കാത്തിരിക്കുന്ന ഒരു നേതൃത്വം നമുക്കുണ്ട്. മുൻപത്തെ പ്രശ്നമുണ്ടായപ്പോൾ ആദ്യം ഓടിച്ചെന്നത് മറ്റൊരു സംഘടനയുമല്ല, നമ്മുടെ കത്തോലിക്ക കോൺഗ്രസ് ആണെന്ന് മറന്നു പോകാൻ പാടില്ല. നമുക്ക് മൂവാറ്റുപുഴയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നു വന്നപ്പോൾ ഒരാടി അനങ്ങിപ്പോകരുതെന്ന് പറഞ്ഞ് കനത്ത പ്രതിരോധം തീർത്തത് ഈ ശ്രീ രാജീവിന്റെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക കോൺഗ്രസ് ആണ്. ഇനിയും അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും നമ്മുടെ ഈ പ്രവർത്തകർ. അതുകൊണ്ട് നമുക്ക് ഈ സമുദായത്തിന് ഭയമില്ലാതെ നീങ്ങാം എന്നൊരു ഉറപ്പ് നമുക്കുണ്ടല്ലോ. നല്ല നേതൃത്വം നമുക്കുണ്ട്. ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന അൽമായ സഹോദരങ്ങൾ മുൻനിരയിൽ നിന്ന് നമ്മെ നയിക്കുന്നുണ്ട് എന്ന് നമുക്ക് പ്രത്യേകമായി ഓർക്കാം. അവരെ കൃതജ്ഞതയോടുകൂടി നന്ദിയോടുകൂടി ഓർക്കാം. അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് ശക്തിപ്പെടുത്താം. 1891 അവർക്ക് നമുക്ക് മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭം ഉണ്ടാകുന്നതിനും അൽമാരാണ് അതിന് നേതൃത്വം നൽകിയത്. അവിടെ ആരംഭിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മം തന്നെ അവിടെ കൊള്ളുകയാണ്. തമിഴ്നാട്ടിലുള്ളവർക്ക് മാത്രമേ ജോലിയുള്ളൂ, നമുക്ക് കൂടി ജോലി ഉണ്ടാകണമെന്ന് പറഞ്ഞു. എന്നാൽ ആ ജോലി കിട്ടിയപ്പോൾ ഒരു സമുദായത്തിൽ മാത്രമായിട്ടായിട്ട് റിസർവ് ചെയ്തപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ജന്മം കൊണ്ടിരുന്നു, ശക്തി പ്രാപിച്ചിരുന്നു. 1918 അവിടുത്തെ ആദ്യത്തെ സമ്മേളനം ഈ കത്തോലിക്ക കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് നാം നടത്തുകയാണ്. പൗര സമരത്തിന് നടത്തി. ഈ ജോലി ഏതെങ്കിലും ഒരു സമുദായത്തിൽ റിസർവ് ചെയ്തിട്ടുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. അത് വിജയം കണ്ടു എന്നുള്ളതാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. മുന്നോട്ടുള്ള യാത്രയിൽ 1931 കാത്തലിക് ഗ്രീവൻസിലുള്ള ഈ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പോരാട്ടമാണ് നമുക്ക് കോടതികളില്, പോലീസ് കേന്ദ്രങ്ങളില് എല്ലാം ഉദ്യോഗം ലഭിച്ചത്, ജോലി ലഭിച്ചത് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ വലിയ നേതൃത്വം തന്നെയാണ്. നമുക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ നമുക്ക് അവകാശമില്ലായിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിലൂടെ 36 പ്രക്ഷോഭത്തിലൂടെ നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തോലിക്ക കോൺഗ്രസിന്റെ ശക്തമായ നേതൃത്വമായിരുന്നു. നമുക്ക് ആർക്കാണ് മറക്കാൻ കഴിയുക? CPI മുട്ടുമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ ധീരമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. 59 വിമോചന സമരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഭയമില്ലാതെ, ആരെയും ഭയക്കാതെ മുന്നോട്ട് പോകാൻ സമുദായത്തിന്റെ നേതൃത്വത്തിന് സാധിക്കും. അതിന്റെ പുതിയ അധ്യായമാണ് ഈ തീർച്ചയായിട്ടും ഈ അവകാശ സംരക്ഷണ യാത്ര. ഈ അവകാശ സംരക്ഷണ യാത്ര മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമുക്ക് പ്രത്യേകമായി ഓർക്കുകയും നമുക്ക് അതനുസരിച്ച് പൂർണ്ണമായി പിന്തുണയും നൽകും. കാർഷിക മേഖലയിലുള്ള നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അതാണ് നാം ഈ സംരക്ഷണ യാത്രയിൽ നാം എന്നും ഉയർത്തി കാണിച്ചിട്ടുള്ളൂ. കർഷകർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ, എന്നാൽ അവകാശം ഇല്ലാതാക്കി കളയുന്ന പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്ന് നിസ്സാരമായ നിയമങ്ങൾ കൊണ്ടുവന്നു. 1817 നമ്മുടെ പ്രജാക്ഷേമവും വിവേകമുള്ള ഭരണാധികാരികൾ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എങ്കിലും വായിക്കാത്തവർക്ക് വേണ്ടി ശ്രീ പാർവതിഭായി മഹാറാണി ഒരു വിളംബരം തന്നെ പുറപ്പെടുവിക്കുകയാണ്. ഈ ദേശത്തിലുള്ള ആളുകളുടെ കൃഷികൾ കാട്ടുമൃഗങ്ങൾ വന്ന് ഇറങ്ങി വിളദോഷം വരുത്താതെ വെടിവെച്ച് അമർച്ച വരുത്തുന്നതിന് വേണ്ടുന്ന വെടിമരുന്നും ഉണ്ടയും തീക്കല്ലും
മണ്ഡപത്തും വാർഡുകൾ തോറും കൊടുത്തയച്ചിരിക്കുന്നുണ്ട്. കുടികളുടെ പക്കൽ മുദ്രയില്ലാതിരിക്കുന്ന തോക്കുകളൊക്കെയും യാതൊരു ഭയവും കൂടാതെ ഹജൂരിൽ നിന്ന് മുദ്ര കുത്തിച്ച് മണ്ഡപത്തും വാർഡുകളിൽ നിന്ന് ആവശ്യം പോലെ വേണ്ടുന്ന ഉണ്ടയും മരുന്നും തീക്കല്ലും വാങ്ങിച്ചുകൊണ്ട് മൃഗശല്യം തീർക്കണമെന്ന് ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രജാക്ഷേമമുള്ള ഒരു സർക്കാരാണ്. ഇതിന് ഒരു രാജ്ഞിയാണ്, ഒരു റാണിയാണ് ഈ കൽപ്പന. ഇന്നിവിടെ ഒരു സഭ ഈ ജനക്ഷേമ താല്പര്യമുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. ഇതുപോലൊരു നേതൃത്വം നൽകാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് സംവരണത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്കുള്ളത്. സംവരണം ആരംഭിക്കുന്നത് 53-ൽ ഏറ്റവും താഴ്ത്തടിലുള്ളവർക്ക് വേണ്ടി സംവരണം. അത് ഒരിക്കലും തന്നെ ശ്രീ അംബേദ്കർ സ്വപ്നം പോലും കാണാത്തതാണ്. അംബേദ്കറുടെ ആഗ്രഹിച്ചത് ഒരു മതേതരയുടെ രാജ്യമാണ്. എന്നാൽ അതിന്റെ തുരങ്കം വെച്ചുകൊണ്ടാണ് ജാതി സംവരണത്തിലേക്കും എത്തിയത്. നമുക്കതിന് ബുദ്ധിമുട്ടില്ല, ആ താഴെക്കിടയിലുള്ളവർക്ക് സംവരണം കിട്ടട്ടെ. എന്നാൽ മണ്ഡൽ കമ്മീഷൻ 79-ലെ മണ്ഡൽ കമ്മീഷനോടുകൂടി ഈ റിസർവേഷൻ 27% ഉയർത്തുകയും പിന്നീട് സച്ചാർ കമ്മീഷനിലൂടെ അത് 50% ഉയർത്തുകയും ചെയ്തപ്പോൾ ഈ 30% താഴെയുള്ള സവർണ സമൂഹം ഇന്ന് സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു എന്നുള്ള ദുര്യോഗത്തിലല്ലേ നമ്മുടെ കാലഘട്ടത്തിൽ എത്തിയിട്ടുള്ളത്. അവിടെയാണ് ഈ സർക്കാർ EWS സംവരണം അനുവദിക്കുന്നത്. എന്നാൽ ആ സംവരണത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന പ്രതിരോധ ശക്തികളുടെ വാദങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സമുദായത്തെ സൂറോ മലബാർ സഭയെ മൈക്രോ മൈനോറിറ്റി ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ മണിക്കൂറിൽ ഏതൊരു തൊഴിലാളിക്കും 100 രൂപ നിർബന്ധമായി കൊടുത്തിരിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ സമ്മേളനത്തിൽ ഈ EWS ദുരന്തങ്ങൾക്കിടയിൽ ദുരന്തം വെക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ സമ്മേളനത്തിൽ ഒരിക്കലും കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരത്തോട് അഭിനന്ദിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.